2000-ലാണ് ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡ അവരുടെ വാഹനം ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയത്. അന്നൊരു വൻ മാറ്റമായിരുന്നു ആ വാഹനം ഇന്ത്യൻ വിപണിയിൽ വരുത്തിയത്. അതിനുശേഷം ഒരുപാട് വാഹനങ്ങൾ സ്കോഡ ഇറക്കി. 2011-ൽ സ്കോഡ അവരുടെ റാപ്പിഡ് ആദ്യമായി നിരത്തിലിറക്കി. അതിൻ്റെ ഒരു ചെറിയ അബ്രിജ്ഡ് വേർഷനാണ് 2014-ൽ ഇറക്കിയത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുമായി ഒരുപാട് പുതുമകളുമായി സ്കോഡ അവരുടെ പുതിയ റാപ്പിഡ് ഇറക്കുകയാണ്. പുതിയ റാപ്പിഡാണ് ഇന്ന് ഫസ്റ്റ് ഡ്രൈവിൽ. സ്റ്റൈലിംഗിൽ റാപ്പിഡിൻ്റെ മുൻഭാഗത്താണ് പ്രകടമായ മാറ്റം വരുത്തിയിരിക്കുന്നത്. സ്കോഡ റാപ്പിഡിൻ്റെ ഏറ്റവും വലിയ പുതുമ എന്ന് അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ മുൻഭാഗം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രകടമാകുന്നത് ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് തന്നെയാണ്. അത് ഗ്രില്ലിനോട് ചേർന്ന് തന്നെയാണ് അവർ ഹെഡ് ലാമ്പും DRLും ഒരുക്കിയിരിക്കുന്നത്. ഹെഡ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്സ് കട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ തന്നെ ജുവൽ ഷേപ്പ് DRLും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെ തന്നെയാണ് ഹണികോംബ് എയർ ഡാം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് രണ്ട് സൈഡിലുമായി ഫോഗ് ലാമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കുറച്ചുകൂടി ആംഗുലർ ആക്കിയിരിക്കുന്നു. കുറച്ചുകൂടി വീതിയേറിയ ക്രോം ഔട്ട്ലൈൻ ഹെഡ് ലാമ്പിലേക്ക് ഇഴുകിച്ചേർന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോണറ്റിൻ്റെ മുകളിൽ പഴയ സൂപ്പർബിലുണ്ടായ പോലെയുള്ള വരകൾ കാണാമെങ്കിലും ബമ്പർ തികച്ചും പുതുമയുള്ളതാണ്. കറുത്ത ക്ലാഡിങ്ങും ട്രാപ്പസോഡിയൽ ഫോഗ് ലാമ്പുകളും പുതിയ റാപ്പിഡിൻ്റെ പ്രത്യേകതയാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ഒന്നും പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ പഴയ റാപ്പിഡിലെ അതേ ഡിസൈൻ തന്നെയാണ് സ്കോഡ ഈ വാഹനത്തിനും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാര്യമായ മാറ്റമൊന്നും ഈ ഡിസൈൻ എലമെൻറ്റിൽ സ്കോഡ വരുത്തിയിട്ടില്ല. ആകെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ട്രിമ്മിൽ ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റമല്ലാതെ മറ്റ് പ്രകടമായ മാറ്റമൊന്നും സൈഡിൽ കാണുന്നില്ല. പുതിയ റാപ്പിഡിന് സ്കോഡ നൽകിയിരിക്കുന്നത് 15 ഇഞ്ച് ട്യൂബ്ലെസ് റേഡിയൽസ് ആണ്. ഒപ്പം ക്രിസ്റ്റലൈൻ ഡിസൈനോട് കൂടിയുള്ള മാറ്റോൺ അലോയ്സ് നൽകിയിട്ടുണ്ട്. ഇത് വാഹനത്തിന് ഒരു 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്നു. തൊട്ട് മുന്നത്തെ റാപ്പിഡിൽ നിന്നും കാര്യമായ വ്യത്യാസം പുറകുവശത്ത് വന്നിട്ടില്ല ഈ വാഹനത്തിന്. എന്നാൽ കാണപ്പെടുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബൂട്ട്ലിറ്റിന് തൊട്ട് താഴെയുള്ള ക്രോം ട്രിമ്മാണ്. ഇത് കൂടാതെ ബമ്പറിന് ഏറ്റവും താഴെ നേരത്തെ അലോയ്സിൽ പറഞ്ഞ പോലെയുള്ള ക്രിസ്റ്റലൈൻ ഡിസൈനും സ്കോഡ പുതിയ റാപ്പിഡിന് നൽകിയിട്ടുണ്ട്. മുൻവശങ്ങളിലെ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിൻ്റെ ഉൾവശമാണ് ശ്രദ്ധേയം. പുതിയ റാപ്പിഡിനൊരു ക്ലാസി ലുക്ക് കൊടുക്കാൻ ഒരു എബണി ആൻഡ് ബീജ് ഷെയ്ഡാണ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. ഇത് വാഹനത്തിനൊരു ക്ലാസ് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം പക്ഷേ ഈ പുതിയ റാപ്പിഡിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒപ്പം നമുക്ക് നമ്മുടെ ഫോണിന് ഇതിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും. കാരണം ഫോണിലുള്ള എല്ലാം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും കാണാൻ സാധിക്കും. ഇതോടൊപ്പം ലെതർ റാപ്പ് സ്റ്റിയറിങ്ങും ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലുമാണ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് എയർ കണ്ടീഷനിങ് സിസ്റ്റം, പിന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹൈ ബീം കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള ഓട്ടോമാറ്റിക് ഡിമ്മർ, ഇതുകൂടാതെ കൂൾഡ് ഗ്ലൗ ബോക്സ്, പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പർ, റെയിൻ സെൻസറുള്ള വൈപ്പർ എന്നിവ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ 3 സൈഡും വളരെ വൃത്തിയായി കാണാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പുതിയ റാപ്പിഡിൽ സ്കോഡ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് 4 സൈഡും കാണുന്ന രീതിയിലുള്ള കംഫർട്ടബിളായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. ഒപ്പം അപ്രൈറ്റ് പൊസിഷനിലായതുകൊണ്ട് ഡ്രൈവിംഗ് കംഫർട്ടും വളരെ സുഖകരമാണ് ഈ വാഹനം. ഇതുകൂടാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ABS, ഇരട്ട എയർ ബാഗുകൾ എന്നിവയുണ്ട്. കംഫർട്ട് എലമെൻറ്റിൽ ഒരു ആംറസ്റ്റ് പുതിയ സ്കോഡ റാപ്പിഡിനുണ്ട്. ഇത് കൂടാതെ നമ്മുടെ മൊബൈൽ വല്ലതും വെക്കാനുള്ള സൗകര്യവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. .5 ലിറ്റർ TDI ഡീസൽ എഞ്ചിൻ നിലവിലുള്ള റാപ്പിഡിനേക്കാൾ 5 bhp കൂടുതൽ നൽകുന്നു. 5 സ്പീഡ് മാനുവൽ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പുതിയ ഡീസൽ റാപ്പിഡിന്. 250 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ലഭിക്കുന്നു. സ്കോഡ ഇന്ത്യയുടെ അവകാശപ്രകാരം ഡീസൽ എഞ്ചിന് 21 കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്നു. പെട്രോൾ ആകട്ടെ 15 കിലോമീറ്ററും. ആക്സിലേറ്റർ പെഡലിനോട് നന്നായി പ്രതികരിക്കുന്ന റാപ്പിഡാണ് ഇപ്പോൾ ഓടിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. കാർ ടെർബോയിലേക്ക് കടക്കും മുമ്പ് തന്നെ ആവശ്യത്തിന് ടോർക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയും. തിരക്കുള്ള റോഡുകളിൽ 3ാമത്തെ ഗിയറിൽ തന്നെ വാഹനം നീങ്ങുന്നുണ്ട്. വിജനമായ റോഡിൽ സ്പോർട്സ് മോഡിൽ അതിവേഗം കുതിച്ചു പോയാൻ പുതിയ എഞ്ചിൻ സഹായിക്കുന്നു. സസ്പെൻഷനിൽ കാര്യമായ മാറ്റം പുതിയ റാപ്പിഡിൽ വരുത്തിയിട്ടില്ല. വലിയ കുഴികളിൽ വീണാൽ മാത്രമാണ് ക്യാബിനിൽ ഇത് അനുഭവപ്പെടുന്നത്. വളരെ ആയാസരഹിതമായി പ്രതികരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ, എന്നാൽ വളവുകൾ എടുക്കുമ്പോൾ അല്പം മടി കാണിക്കുന്നുണ്ട്. പഴയ റാപ്പിഡിലെ അതേ യാത്രാ സൗകര്യം തന്നെയാണ് പുറകു സീറ്റിലും ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഒരു നല്ല ഉയരമുള്ളൊരു വ്യക്തിക്ക് വളരെ ഭംഗിയായി അല്ലെങ്കിൽ വളരെ വിശാലമായി കാല് വെച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം പുതിയ റാപ്പിഡിലുണ്ട്. ഒപ്പം നല്ല തൈ സപ്പോർട്ടും ഈ സീറ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൂര യാത്രകൾക്ക് വളരെ അനുയോജ്യമായൊരു വാഹനമായി റാപ്പിഡിനെ പരിഗണിക്കാവുന്നതാണ്. പുതുമകൾ അവകാശപ്പെടുന്ന പുതിയ റാപ്പിഡിന്റെ ഡീസൽ ശ്രേണിയുടെ ഏറ്റവും കൂടിയ മോഡലിന്റെ എക്സ്-ഷോറൂം വില 12.9 ലക്ഷം രൂപയാണ്. ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്ററിലാണ് സ്കോഡ റാപ്പിഡിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 4 വർഷത്തേക്ക് നമ്മൾ സർവീസ് പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 29,999 രൂപ നിങ്ങൾ നൽകുമ്പോൾ 4 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 4 വർഷത്തെ വാറണ്ടിയും 4 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു. കസ്റ്റമേഴ്സിന് തങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്കോഡ ഒരു പുതിയ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ഗൂഗിൾ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ആപ്പ്. ഇതിനോടൊപ്പം തന്നെ സർവീസിൻ്റെ എല്ലാവിധ കാര്യങ്ങളും, ഒപ്പം തന്നെ സർവീസ് പാർട്സിൻ്റെ കാര്യങ്ങളും, സർവീസിന് എത്ര മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.